വെള്ളം. ജലം. കുറച്ചും കൂടി ഒന്ന് പറഞ്ഞാൽ എന്ത് നമുക്ക് പറയാം? ഓഷ്യൻ. എന്താ? ഓഷ്യൻ. ഓഷ്യൻ. വെരി ഗുഡ്. ഓഷ്യൻ നമുക്ക് പറയാം. പിന്നെ നമുക്ക് പറയാം കരയോ? കടൽ. ഓക്കെ. അപ്പൊ നമുക്കിന്ന് നോക്കാം. എന്തിനെ പറ്റി നോക്കാം? ഒരാൾ പറഞ്ഞോട് ഓഷ്യനെ പറ്റി പറഞ്ഞു. നമുക്കിത് സമുദ്രങ്ങളെ പറ്റി നോക്കാം. എന്താണ്? എത്ര സമുദ്രങ്ങൾ ഉണ്ടെന്നറിയോ? എത്രയാ? എത്ര സമുദ്രങ്ങൾ ഉണ്ടെന്ന് അറിയുമോ? ഗസ് ചെയ്യോ? 5. വെരി ഗുഡ്. ആരാ പറഞ്ഞേ? അശ്വിൻ. ക്ലാസ് കൊടുക്കൂ. അശ്വിൻ അറിയോ 5 സമുദ്രങ്ങൾ ഏതൊക്കെയാണെന്ന്? പസഫിക്, അന്റാർട്ടിക്, ആർട്ടിക്. അതെന്നെ പറഞ്ഞോ? ഇന്ത്യൻ. പിന്നെ ഒന്നുകൂടി 5 സമുദ്രം നഷ്ടല്ലേ പറഞ്ഞേ? 4 ആയിട്ടുള്ളൂ. അറേബ്യനോ? ഇല്ല. അറ്റ്ലാന്റിക്. കേട്ടിട്ടുണ്ടോ? അപ്പൊ നമുക്കിന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തെ പറ്റി നോക്കാം. അപ്പൊ ഏതൊക്കെ 5 അശ്വിൻ പറഞ്ഞു കൊടുക്കൂ. പറയൂ. അശ്വിനെ പറയടാ. അറ്റ്ലാന്റിക്. അപ്പൊ നമുക്ക് അറ്റ്ലാന്റിക്കിനെ പറ്റി നോക്കാം. അപ്പൊ ഈ അറ്റ്ലാന്റിക്കിന്റെ ആകെ വിസ്തൃതി എന്ന് പറഞ്ഞാൽ എന്താ? വിത്ത്. ഈ ക്ലാസ് റൂമിന്റെ വിസ്തൃതി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് നോക്കാം? നീളം നോക്കാം, വീതി നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രത്തിലും ഇതിന്റെ വിസ്തൃതിയുണ്ട്. എത്രയാണ് ഗസ് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. ചുമ്മാ പറഞ്ഞോ? 1000. കുറച്ചുകൂടി പോട്ടെ. കുറച്ചുകൂടി അല്ല, നല്ലോണം പോട്ടെ. 84.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? എന്തിന്റെ വിസ്തൃതി? ഈ ചതുരശ്ര പറഞ്ഞാൽ എന്താ? ചതുരശ്ര കിലോമീറ്റർ. നമ്മൾ പറഞ്ഞു അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആകെ വിസ്തൃതി എത്രയാണ്? 84.2 ലക്ഷമാണോ ചതുരശ്ര കിലോമീറ്റർ ആണോ? ചതുരശ്ര കിലോമീറ്റർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആഴമാണ്. ആഴം എത്ര ഉണ്ടാവും? ഗസ് ചെയ്തോളൂ. ആഴം എത്ര ഉണ്ടാവും? 10,000. ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? 25,000. പക്ഷെ നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴം എന്ന് പറയുന്നത് 3700 കിലോമീറ്റർ ആണ്. എത്രയാണ്? നമ്മൾ പറഞ്ഞു ആഴം 3700 കിലോമീറ്റർ ആണ്. അപ്പൊ ഈ ആഴം ഏത് ഭാഗത്തിന് ഒരു പേര് പറയും? നമ്മൾ പസഫിക്കിന്റെ ചലഞ്ചർ ഡെപ്ത് എന്നാണ് പറയാ. പക്ഷെ അറ്റ്ലാന്റിക്കിന്റെ എന്തായിരിക്കും? നിങ്ങൾ ആ വേർഡ് കേൾക്കാൻ സാധ്യതയില്ല. കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു വേർഡാണ്. പ്യൂരിറ്റോറിക്കോ കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ് ഏറ്റവും ആഴം വലിയ ഭാഗത്തിൽ പറയുന്നത്? ഏതെന്താ? പ്യൂരിറ്റോറിക്കോ ഡെപ്ത്. എന്താണ് പറയുന്നത്? പ്യൂരിറ്റോറിക്കോ. അപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കി? അറ്റ്ലാന്റിക് സമുദ്രത്തിനെ പറ്റി നോക്കി. വിസ്തൃതി എത്രയാണ്? 2 ലക്ഷം. ആഴം എത്രയാണ്? ഏറ്റവും ആഴം കൂടിയ ഭാഗത്തിന് എന്ത് പറയുന്നു? എല്ലാവർക്കും മനസ്സിലായോ? ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത് ഞാനൊരു വീഡിയോ കാണിച്ചേട്ടെ. ഏത് ഓഷനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഏറ്റവും ആഴം കൂടിയ ഭാഗത്തിന് എന്ത് പറയും? ജസ്റ്റ് ഒരു ഷിപ്പിലെ നമ്മുടെ അറ്റ്ലാന്റിക് ഓഷ്യന്റെ ഒരു ജസ്റ്റ് ഒരു വ്യൂ ആണത്. എല്ലാവർക്കും വിസിബിൾ ആണോ? അല്ല. ഓക്കെ ആണോ? ജസ്റ്റ് എങ്ങനെയാണ് വ്യൂ? നമുക്ക് എല്ലാവർക്കും അങ്ങനെ പോയി എടുക്കാൻ പറ്റില്ലല്ലോ. ഏറ്റവും അപകടകരമായ ഒരു ഓഷ്യൻ ആണല്ലോ. സോ ഒന്ന് ജസ്റ്റ് എല്ലാവരും കാണുക.
കൂടി ചേരുന്ന ഒരു ഇതാണ് നോക്കിക്കോ. കണ്ടോ, രണ്ട് കളേഴ്സ് കണ്ടോ? ഒന്ന് അതിന് പസഫിക് ആണ്, ഒന്ന് അറ്റ്ലാന്റിക് ആണ്. Because of this, they kind of create a barrier where the currents just don't blend easily. It looks super cool, like two stripes of water that barely touch each other. ഇതിൽ എന്താ നമുക്ക് മനസ്സിലായത്? മിക്സ്ഡ് ആവില്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ മിക്സ്ഡ് ആവും. അത് കുറെ ഇയേഴ്സ്, കുറെ കാലത്തിന് ശേഷമാണ് അത് മിക്സ്ഡ് ആവുക. എന്തായിരിക്കും അതിന്റെ റീസൺ അറിയോ? അതിന്റെ ടെമ്പറേച്ചറും ഉണ്ട്, സാലിനിറ്റിയും, അതായത് ഉപ്പിന്റെ അംശവും അതുപോലെ തന്നെ അതിന്റെ താപനിലയിലെ വ്യത്യാസം കൊണ്ടാണ് ഇത് ഒരിക്കലും കൂടി ചേരുന്നില്ല എന്നുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താ, ഇത് കൂടി ചേരും. പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ് അല്ല, കുറെ വർഷങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന ഒരു പ്രോസസ് ആണ് അത്. നിങ്ങൾക്ക് ഡിഫറെന്റ് മനസ്സിലായോ? ഒന്ന് പസഫിക്കും ഒന്ന് അറ്റ്ലാന്റിക്കും. നിങ്ങൾക്ക് ഇത്രയും ഭാഗം മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാകുമെങ്കിലോ? നിങ്ങൾക്ക് മനസ്സിലായോ അറിയാൻ വേണ്ടി ചോദ്യം ചോദിച്ചു നോക്കട്ടെ. അങ്ങനെയല്ല, സോഷ്യൽ സയൻസിന് എത്രയാ? 79 to 99. 78 to 99. ഓക്കെ. നമ്മളിപ്പോ ഏത് സമുദ്രത്തെ പറ്റിയാണ് പഠിച്ചത്? റോൾ നമ്പർ 81. അറ്റ്ലാന്റിക്. വെരി ഗുഡ്. ഇരുന്നോ. ദെൻ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വിസ്തീർണം എത്ര? 97. റോൾ നമ്പർ 97. ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. വെരി ഗുഡ്. ഇരുന്നോ. ദെൻ ആഴമേറിയ ഭാഗത്തെ ഒരു പേര് പറയും. റോൾ നമ്പർ 99. പ്യൂരിറ്റോറിക്കൽ ഗർത്തം. വെരി ഗുഡ്. ഇരുന്നോ. അപ്പൊ എല്ലാം മനസ്സിലായില്ലേ? ബാക്കി സമുദ്രത്തെ പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കേടാ. താങ്ക് യു.